ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്ന് നല്ല മാർക്കൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക. സന്തോഷം, അഭിനന്ദനങ്ങൾ. നല്ല മാർക്ക് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാർക്ക് അല്പം കുറഞ്ഞു പോയ ആളുകൾ ഞാൻ ഈ അഭിനന്ദനം പറയുമ്പോൾ പ്രയാസപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യണ്ട. നല്ല മാർക്ക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ മാർക്ക് കിട്ടി എന്നൊന്നും അല്ല. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിക്ക് സയൻസ് സബ്ജക്റ്റ് പ്രിഫർ ചെയ്യാവുന്ന +1 സേഫായി അഡ്മിഷൻ കിട്ടാവുന്ന മാർക്ക് എന്ന് മാത്രമേ ഞാൻ നല്ല മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൺഗ്രാജുലേഷൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരോടുമാണ്. ഡെഫിനറ്റായും നിങ്ങൾ നന്നായി അധ്വാനിച്ച് നന്നായി പഠിച്ചാണ് 10th എക്സാം എഴുതിയത്. നിങ്ങളുടെ ആ അധ്വാനവും നിങ്ങളുടെ ആ സമർപ്പണവും എല്ലാം +1 മുതൽ ഇങ്ങോട്ടേക്കും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നമ്മൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സന്തോഷവും അഭിമാനവും എല്ലാം നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പങ്കുവെച്ചത്. നിങ്ങളെപ്പോലെ ഒരു മാസിനെ ഇങ്ങനെ വന്ന് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതിൽ ഏറ്റവും ബെറ്ററായ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത്രമേൽ സേഫായ ഒരു സ്പേസ് ആണ് സയൻസ് സെന്റർ എന്ന് താമസിയാതെ നിങ്ങൾക്ക് ബോധ്യമാവുമെന്ന പ്രതീക്ഷ കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴുള്ള ലിമിറ്റേഷൻ. ഒരുപാട് ടീച്ചേഴ്സ് സയൻസ് സെന്ററിലുണ്ട്. താമസിയാതെ അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരും, നിങ്ങൾ അവരെ കാണും. എല്ലാ സബ്ജക്റ്റുകൾക്കും, കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ബോട്ടണിക്കും സുവോളജിക്കും ഒക്കെയായി ഒരുപാടേറെ നല്ല ടീച്ചേഴ്സ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവുന്ന ടീച്ചേഴ്സ് ഈ സ്ഥാപനത്തിലുണ്ട്. അവരുടെ എല്ലാം പേര് എത്ര കണ്ട് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞല്ല സാധാരണ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്, ഒരു കോഡ് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്താറുള്ളത്. ആ കോഡ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്ത് വെക്കാം. LK എന്നാണ് ആ കോഡ്. LK എന്നത് എൻ്റെ പേരിൻ്റെ ഷോർട്ട് നെയിമാണ്. ലിജീഷ് കുമാർ എന്നാണ് പേര്. അങ്ങനെ എന്നെ നീട്ടി വിളിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് LK എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരി, അത് വിടൂ. ഞാൻ പറഞ്ഞു വന്നത് കെമിസ്ട്രിയെ കുറിച്ചാണ്. എത്രത്തോളം ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് കെമിസ്ട്രി ഇതുവരെ എന്ന് എനിക്കറിയില്ല. 10th വരെ നിങ്ങൾ കെമിസ്ട്രി ആസ്വദിച്ച് പഠിച്ചോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ നമുക്ക് മറക്കാം. ഇനി മുതൽ അങ്ങോട്ടേക്ക് കെമിസ്ട്രി നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമുള്ള സബ്ജക്റ്റായി കെമിസ്ട്രി തീരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. അങ്ങനെ ഇഷ്ടത്തോടുകൂടെ പഠിക്കുമ്പോൾ പഠിക്കാവുന്ന അത്രയും, ആനന്ദത്തോടുകൂടെ പഠിക്കുമ്പോൾ പഠിക്കാവുന്ന അത്രയും നമുക്ക് റഫായിരുന്നു കൊണ്ട് ഒരു സബ്ജക്റ്റിനെ ഒരു ഇഷ്ടക്കേടോടുകൂടെ കണ്ടുകൊണ്ട് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ടെക്സ്റ്റ് തുറക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ നോട്ട് പുസ്തകം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ തോന്നുന്ന, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി അതിനെ സമീപിക്കാൻ തോന്നുന്ന ഒരു ഇഷ്ടം നിങ്ങൾക്ക് സബ്ജക്റ്റിനോട് വേണം. സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമാണ് ഞങ്ങളോട് നിങ്ങൾക്കുള്ള ഇഷ്ടം, നിങ്ങളുടെ ടീച്ചറോട് നിങ്ങൾക്കുള്ള ഇഷ്ടം സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് സബ്ജക്റ്റിനെ സ്നേഹിക്കണമെന്ന ഒരു റിക്വസ്റ്റ്, കെമിസ്ട്രി നിങ്ങളെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റായി തീരണമെന്നുള്ള ആഗ്രഹവും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രിയിലേക്ക് കടക്കുന്നത്. കുറച്ചധികം ചാപ്റ്ററുകൾ ഉണ്ട് നമുക്ക്. എത്ര ചാപ്റ്ററുകൾ നിങ്ങൾ 10th വരെ പഠിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ എൻ്റെ മുമ്പിൽ സ്റ്റേറ്റ് സിലബസിലുള്ളവരും CBSE സിലബസിലുള്ളവരും ഇരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം ചാപ്റ്ററുകൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്ര തന്നെ ചാപ്റ്ററുകളാണ്, 14 ചാപ്റ്ററുകളാണ് +1 കെമിസ്ട്രിയിലും ഉള്ളത്. അതുകൊണ്ട് ഇതൊരു വലിയ സിലബസായി സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ CBSE പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെറിയ 4-5 പാഠങ്ങൾ മാത്രമാണ് 10th പഠിച്ചത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സിലബസിലേക്ക് പെട്ടെന്ന് ചാടി വീണതുപോലെയുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവും. ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. ആ ഗ്യാപ്പിനെ, പെട്ടെന്ന് അങ്ങ് വലിയൊരു സബ്ജക്റ്റിലേക്ക്, വലിയൊരു സിലബസിലേക്ക് വന്ന് വീഴുന്നതിൻ്റെ ഒരു പ്രയാസത്തെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് വേണം പതിയെ സബ്ജക്റ്റിലേക്ക് അങ്ങ് പ്രവേശിക്കാൻ. 10ാം ക്ലാസ്സിൽ വരെ സ്റ്റേറ്റ് സിലബസ് പ്രിഫർ ചെയ്ത് പഠിച്ച ആളുകൾ തന്നെ 2 കാറ്റഗറിയായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. അതിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരുമുണ്ട്, മലയാളം മീഡിയം പഠിച്ചവരുമുണ്ട്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് അവർ പഠിച്ചതിൻ്റെ തന്നെ പല കോൺസെപ്റ്റുകളും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ആവർത്തിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. മലയാളം മീഡിയം പഠിച്ചവർക്ക് ലാംഗ്വേജിൻ്റെ ഒരു ചെറിയ പ്രയാസം ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്ന് വായിക്കുന്ന സമയത്ത്, ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്ന് വായിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ശീലം ഇല്ല എങ്കിൽ ഡെഫിനറ്റായും അത് ഉണ്ടാക്കിയെടുക്കണം. ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം.
ടെക്സ്റ്റ് ബുക്ക് മാത്രവുമല്ല വായിക്കേണ്ടത്, വലിയ ലൈബ്രറി ഉണ്ട് സയൻസ് സെന്ററിനകത്ത്. കൊറോണയുടെ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനോ ലൈബ്രറി ഒപ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാവുന്ന, എടുത്തു കൊണ്ടുപോയി വായിക്കാവുന്ന ഒരുപടി പുസ്തകങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും ആഴത്തിലും ഏറ്റവും സിമ്പിളായും സമീപിക്കുന്ന നല്ല നല്ല ടെക്സ്റ്റ് ബുക്കുകൾ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ആ സംവിധാനത്തെ യൂസ് ചെയ്യണം. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ തുടർന്ന് അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഞങ്ങൾക്ക് വായിക്കാൻ മികച്ച പുസ്തകങ്ങൾ ലൈബ്രറിയിൽ വന്ന് എടുക്കാനുള്ള സംവിധാനമില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ഒരു മെസ്സേജ്, ഒരു റിക്വസ്റ്റ് ക്ലാസ് ടീച്ചറോട് നടത്തിയാൽ അതിനുള്ള പരിഹാരവും അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടർന്നു പോകുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റായും നൽകുകയും ചെയ്യും. അതവിടെ മാറ്റിവെക്കാം, നമുക്കതിലേക്കൊക്കെ പിന്നീട് കടക്കാം. ഞാൻ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളുകളുടെ ചെറിയൊരു ലാംഗ്വേജ് പ്രയാസത്തെ കുറിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഷ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം. മലയാളത്തിലൊക്കെ ഇത്ര കാലവും കോൺസെപ്റ്റുകളൊക്കെ കേട്ട് പെട്ടെന്നൊരു ദിവസം ഇംഗ്ലീഷിൽ കേൾക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ അങ്കലാപ്പൊക്കെ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നും ലാംഗ്വേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. പറ്റാവുന്ന അത്രയും ടേമുകൾ മലയാളത്തിൽ പറഞ്ഞ് തന്നെയാണ് നമ്മൾ പതിയെ സബ്ജക്റ്റിലേക്ക് അങ്ങ് കടക്കുക. അതിൻ്റെ ചില കണക്ഷൻ ടേമുകൾ ഒക്കെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു ശീലിച്ചതിനെ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കും മുമ്പേ ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുത്ത് പറയേണ്ടതുമുണ്ട്. ഓക്കെ, ആ അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന പ്രോസസ്സിനെ, ഒരു പാലം പണിയുക, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന ഒരു പ്രോസസ്സിനെ കാണുന്നത്. ഓക്കെ, ആ കാഴ്ചയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നേരെ +1 ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാതെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യാനിടയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന പരിശോധന കൂടെ നടത്തിക്കൊണ്ട് ചാപ്റ്ററിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ വലിയ ആശങ്കയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തറിയാമെന്നും എന്തറിയില്ല എന്നും നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നും ഒക്കെയുള്ള വ്യക്തമായ ബോധം ഞങ്ങൾക്ക് ഉണ്ട്. ആ ബോധത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുന്നത്. ചെറിയ മക്കളാണ് നിങ്ങൾ, ആ സ്നേഹവും കരുതലും എല്ലാം ഞങ്ങൾക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളോട് പെരുമാറുന്ന എല്ലാ പെരുമാറ്റവും ഞങ്ങൾ നിങ്ങളോട് പെരുമാറും. നിങ്ങൾ പഠിക്കണമെന്ന് ഞങ്ങൾ ശാഠ്യം പിടിക്കുക തന്നെ ചെയ്യും. ഒരു ചെറിയ കുട്ടിയെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന കുറെ ആളുകളെ സയൻസ് സെന്ററിൽ നിങ്ങൾ പുതുതായി കാണാൻ പോവുകയാണ്. ഒരു വലിയ പാരന്റൽ സൊസൈറ്റിയെ ഒരു സ്ഥാപനം എന്ന രീതിയിൽ നിങ്ങൾക്ക് സയൻസ് സെന്ററിൽ നിന്ന് കിട്ടാൻ പോവുകയാണ് എന്ന ഒരു നല്ല വാർത്ത കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ രാവിലെ കൃത്യമായി ഉണർന്നോ? നിങ്ങൾ കൃത്യമായി ക്ലാസ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടോ? എത്ര നേരം പുസ്തകം വായിക്കുന്നുണ്ടോ? തുടങ്ങിയ അടിമുടി നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി അതിനെ അന്വേഷിച്ച് പരിഹരിച്ചു കൊണ്ട് തന്നെയാണ് ഈ സിസ്റ്റം അങ്ങോട്ടേക്ക് റൺ ചെയ്ത് പോവുക. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു മീഡിയം ചേഞ്ചിലേക്ക്, ഞങ്ങൾ പെട്ടെന്നൊരു വലിയ സിലബസിലേക്കൊക്കെ വന്നു വീണല്ലോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കിനി എന്തൊക്കെ ചെയ്യാനാവുമെന്നും നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് എങ്ങനെ ചെയ്യിക്കാമെന്നുമുള്ള വ്യക്തമായ പ്ലാനോടുകൂടെ തന്നെയാണ് സ്ഥാപനം +1 കോഴ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എന്ത് പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് കൺവേ ചെയ്യാം. അതിന് നിങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ട്, അദ്ദേഹത്തോട് അത് പറയാം. ടീച്ചർ അത് ഏത് സമയത്ത് നിങ്ങൾ പറഞ്ഞാലും അതെപ്പോൾ പറഞ്ഞാലും അതിനെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ടീച്ചർ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. ഓക്കെ, നമുക്ക് കെമിസ്ട്രിയിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു പോയ കുറേയേറെ കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലേ? നിങ്ങൾ കേട്ട് ശീലിച്ച പല പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ എല്ലാം പെറുക്കിയെടുത്ത് ഉണ്ടാക്കിയ പാഠത്തിൽ നിന്നാണ് +1 ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഞാൻ എഴുതുന്നില്ല, ഞാൻ ഒരിക്കൽ കൂടെ അത് പറയാം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. കെമിസ്ട്രിയിലെ ബേസിക് കോൺസെപ്റ്റുകളെ, ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളെ നിങ്ങൾ ഇന്നോളം കേട്ടതോ 10ാം ക്ലാസ് വരെ കേട്ടതോ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുന്ന ഒരു കുട്ടി കേൾക്കേണ്ടതോ ആയ, നിങ്ങൾക്കറിയാവുന്നതോ നിങ്ങൾ അറിയേണ്ടതോ ആയ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം
പ്രാഥമിക നിലവാരത്തിലുള്ള ബേസിക് നിലവാരത്തിലുള്ള ഐഡിയകളെല്ലാം കുത്തി നിറച്ചുണ്ടാക്കിയ ഒരു മിക്സ്ചറാണ്, ഒരു മിക്സ്ചർ പോലെയുള്ള പാഠമാണ് ആദ്യത്തെ പാഠമായ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന പാഠം. അല്ലാതെ നേരെ നിങ്ങളൊരു പുതിയൊരു ചാപ്റ്ററിലേക്കല്ല പ്രവേശിക്കുന്ന. ഒരു ചാപ്റ്ററിന്റെ സ്വഭാവം അതിനുണ്ടാവില്ല. ഒരു ചാപ്റ്ററിന്റെ സ്വഭാവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം. നിങ്ങൾ പഠിക്കുന്ന രണ്ടാമത്തെ പാഠത്തിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠത്തിനകത്ത് ആറ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പഴയ ശ്രമങ്ങൾ മുഴുവൻ, എന്താണ് ആറ്റം എന്നത് തൊട്ട് ആറ്റത്തെ കുറിച്ചുള്ള ഏറ്റവും ഫണ്ടമെന്റലായ ഐഡിയ ആരാണോ ആദ്യം കൺവേ ചെയ്തത് ആ സയന്റിസ്റ്റിൽ തുടങ്ങി ആറ്റം എന്ന കോൺസെപ്റ്റ് ലോകത്ത് അവതരിപ്പിച്ച കാലം മുതൽ ഇങ്ങനെ വന്ന് നിങ്ങൾക്കറിയാം ആറ്റം എന്ന ഐഡിയ ആരാണ് ആദ്യമായി പ്രസന്റ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന ടേം ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത്. സയന്റിഫിക്കായി ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത് ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന ടേമിനെ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്യുകയും ആറ്റത്തെ കുറിച്ച് ഡാൾട്ടൺ ഒരു വലിയ തിയററ്റിക്കൽ പേപ്പർ എഴുതി ഉണ്ടാക്കി, അറ്റോമിക് തിയറി എന്ന ഒരു പേപ്പറൊക്കെ പ്രസന്റ് ചെയ്ത് ആധികാരികമായി ആറ്റത്തെ കുറിച്ച് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് പോയ സയന്റിസ്റ്റ് ആണ് ജോൺ ഡാൾട്ടൺ. ഡാൾട്ടന് മുമ്പും ആറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിൽ ആറ്റത്തെ കണം എന്ന് പേര് വിളിച്ചിട്ടുണ്ട് അല്ലേ? കണം എന്ന പേര് കണാദൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതന്റെ പേരിൽ നിന്നാണ് കണം എന്ന പേര് ഉണ്ടായത്. കണം എന്ന വാക്ക് ഇപ്പോഴും നിങ്ങൾ ആറ്റത്തിന്റെ മലയാളം ആറ്റം എന്ന് തന്നെയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന പാഠത്തെ മലയാളത്തിൽ ആറ്റത്തിന്റെ ഘടന എന്ന ഹെഡിങ്ങിലാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആറ്റത്തിന്റെ മലയാളം ആറ്റം തന്നെയാണ്. എന്നിട്ടും നിങ്ങൾ ആറ്റത്തിന്റെ മലയാളമായി കണം എന്ന വാക്ക് പറയുന്നത് കണാദനോടുള്ള റെസ്പെക്റ്റിലാണ്. കണാദനെ ഓർമ്മിച്ചുകൊണ്ടാണ് നിങ്ങൾ കണം എന്ന വാക്ക് പറയുന്നത്. കണാദനെ ജോൺ ഡാൾട്ടൺ അറിയില്ല, ഡാൾട്ടന് മുമ്പാണ് കണാദന്റെ കാലം. കണാദൻ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലർ അക്കാലത്ത് ആറ്റത്തെക്കുറിച്ച് പല ഐഡിയകളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ ഭാഷകൾ ഇത്രമേൽ ഗ്ലോബലൈസ് ചെയ്യാൻ കഴിയുന്ന ഭാഷകളല്ലാത്തതിൻ്റെയൊക്കെ പരിമിതി കണാദനും കണാദന്റെ സമകാലീനരായ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞ പേരോ അവരൊന്നും പറഞ്ഞ ഐഡിയയോ അല്ലെങ്കിൽ അതിനെ സയന്റിഫിക്കായി പ്രസന്റ് ചെയ്യാൻ അവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല. ഐഡിയയോ ലോകത്തെല്ലായിടത്തും പ്രചാരത്തിൽ വന്നില്ല. അതിനു മുൻപ്, ഡാൾട്ടന് മുമ്പെയാണ് ഞാൻ കണാദനെ പോലെ പലരും എന്ന് പറഞ്ഞത്. കണാദനു മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഡെമോക്രൈറ്റസ് എന്ന ഗ്രീക്ക് ഫിലോസഫർ ആറ്റം എന്ന പേരും ആറ്റം എന്ന ഐഡിയയും പറഞ്ഞിട്ടുണ്ട്. ഈ മാറ്റർ മുഴുവനും ഉണ്ടാക്കിയത് ആറ്റങ്ങളെ കൊണ്ടാണ് എന്ന് ആദ്യമായി പറഞ്ഞതാര് എന്ന് അന്വേഷിച്ച് പോയാൽ നോൺ ഹിസ്റ്ററിയിൽ നമുക്കറിയാവുന്ന ചരിത്രത്തിൽ അത് ആദ്യമായി പറഞ്ഞയാളുടെ പേര് ഡെമോക്രൈറ്റസ് എന്നാണ്. അയാൾ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു, തത്വ ചിന്തകനായിരുന്നു. അയാൾ ഒരു ഗ്രീക്ക് തത്വചിന്തകനായ ഡെമോക്രൈറ്റസ് ആണ് ആദ്യമായി ഇത് പറയുന്നത്. ഡെമോക്രൈറ്റസ് അങ്ങനെ വലിയ കാര്യമായി അത് പറഞ്ഞതായി എനിക്ക് തോന്നുന്നുമില്ല. ഒരു വസ്തു എടുത്തപ്പോൾ ഇയാളെ എടുത്താൽ ഇയാളെ മുറിച്ച് ഇയാളുടെ ഏറ്റവും ചെറിയ രൂപത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഇനിയും ചെറുതാവാനാവാത്ത ഒരു കഷ്ണമായി നിങ്ങൾക്ക് ഇതിനെ മുറിച്ചെത്തിക്കാൻ പറ്റിയാൽ ആ കഷണത്തെ നിങ്ങൾക്ക് ആറ്റം എന്ന് പേര് വിളിക്കാം. ഇനി മുറിക്കാൻ കഴിയാത്ത ഒന്ന് എന്ന അർത്ഥത്തിലാണ് ആറ്റം എന്ന പേര് ഡെമോക്രൈറ്റസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡെമോക്രൈറ്റസ് പറഞ്ഞു. ഡെമോക്രൈറ്റസിന് ഒരുപാടേറെ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പലവിധമായ ചോദ്യങ്ങൾ ഡെമോക്രൈറ്റസിന് മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആറ്റം? ഇതിന് ഇനി മുറിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെയൊന്നിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുടങ്ങി പലവിധമായ ചോദ്യങ്ങളെ അയാൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടിയൊന്നും ഡെമോക്രൈറ്റസ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നു, ഈ കാണുന്ന മാറ്റർ മുഴുവനും ഉണ്ടായത്, ഈ കാണുന്ന ലോകം മുഴുവനും ഉണ്ടായത് ആറ്റങ്ങളെ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം എന്ന ഒരു തത്വചിന്തയുടെ, ഒരു പ്രവചനത്തിന്റെ സ്വഭാവത്തിലാണ് ഡെമോക്രൈറ്റസ് അതിനെ മുൻപോട്ട് വെച്ചത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാമെന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ ഡെമോക്രൈറ്റസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് അതിൽ പല ആളുകളും ഡെമോക്രൈറ്റസിനോട് പറയാതെ പറഞ്ഞു. അവരുടെ മുഖത്ത് അതുണ്ടായിരുന്നു. പതിയെ കാലം ഡെമോക്രൈറ്റസിനെ മറന്നു, കണാദനെ മറന്നു. അങ്ങനെ വന്ന് ഡാൾട്ടൺ ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പുറത്ത് വന്നു നിന്ന് പറഞ്ഞു, ഡെമോക്രൈറ്റസ് പറഞ്ഞത് തന്നെ പറഞ്ഞു,
ഈ കാണുന്ന ലോകം മുഴുവനും ഉണ്ടാക്കിയത്, ഈ കാണുന്ന മാറ്റർ, ഈ കാണുന്ന ദ്രവ്യം, ഈ ബോർഡും ഞാനും നിങ്ങളും എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ടാണ് എന്ന് ഡാൽട്ടൻ പറഞ്ഞു. അതിനും തിരുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻഡിവിസിബിൾ അല്ല എന്നും അതിനകത്ത് ഇനിയും ആളുകളുണ്ട്, പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ട് എന്നൊക്കെ പിൽക്കാലം തിരുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഡെവലപ്മെന്റുകൾ, കുറച്ചുകൂടെ പുതിയ പുതിയ തിയറികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഡാൽട്ടനെ കുറിച്ചും ഡാൽട്ടൻ പറഞ്ഞ തിയറിയെ കുറിച്ചും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന പാഠത്തിൽ നിങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആറ്റം എന്ന ഐഡിയ ഡാൽട്ടൻ പ്രപ്പോസ് ചെയ്തു. ആറ്റത്തിനകത്ത് പിന്നീട് ആറ്റത്തിന്റെ സ്ട്രക്ചർ, ആറ്റത്തിന്റെ ഒരു ഘടന വരക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തുണ്ടായി. ഒരുപാടേറെ സയന്റിസ്റ്റുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ പണിയെടുത്തവരുടെ തോംസനെ നിങ്ങൾക്കറിയാം, റുദർഫോർഡിനെ നിങ്ങൾക്കറിയാം, ചാഡ്വിക്കിനെ നിങ്ങൾക്കറിയാം, അല്ലെ ഒരുപാടേറെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടേറെ സയന്റിസ്റ്റുകൾ വിവിധങ്ങളായ മോഡലുകൾ, എക്സ്പെരിമെന്റുകൾ, ആറ്റത്തിനുള്ളിലുള്ള ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നു, പ്രോട്ടോണിനെ കണ്ടെത്തുന്നു, ഇലക്ട്രോണിനെ കണ്ടെത്തുന്നു, അല്ലെ? അങ്ങനെ ആറ്റത്തിന്റെ സ്ട്രക്ചർ വരച്ചുണ്ടാക്കിയതിന്റെ ഒരു ചരിത്രം മുതൽ നമുക്കിന്നറിയാവുന്ന ആറ്റത്തിന്റെ സ്ട്രക്ചർ വരെ ഒരു 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 മൾട്ടി ഡയമെൻഷൻ, ഒരു ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന വലിയ ബ്രാഞ്ചുകളിലേക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ ഡെവലപ്പ് ചെയ്ത ഷ്രോഡിഞ്ചർ എന്നൊക്കെ പറയുന്ന സയന്റിസ്റ്റ് വരെ എത്തുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഒരു ചരിത്രം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ അറ്റോമിക് സ്ട്രക്ചർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ പാഠത്തിനൊരു ഘടനയുണ്ട്, അല്ലേ? ആറ്റം എന്താണ് എന്ന് പറഞ്ഞ്, ആറ്റത്തിന്റെ ഉള്ളിൽ ആരുണ്ട് എന്ന് അന്വേഷിച്ച്, ഉള്ളിലുള്ളവരെ ഓരോന്നോരോന്നോരോന്നായി കണ്ടെത്തി, അവരുടെ പ്രോപ്പർട്ടി ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു തുടർച്ചയില്ലേ ആ പാഠത്തിന്? ആ ഒരു തുടർച്ചാ സ്വഭാവം, ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു തുടരുന്ന ഒരു സ്വഭാവം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് ഇല്ല. ഓക്കെ, ഈ തുടർച്ചാ സ്വഭാവം ബാക്കി പാഠങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ പാഠത്തിന്റെ പേര് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നാണ്. എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് മൂന്നാമത്തെ പാഠത്തിൽ. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിഷ്കരിച്ച് പറയാം, അല്ലെ? പീരിയോഡിക് ടേബിൾ ഒക്കെ വരച്ചാണ് നമ്മൾ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നതിനെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് അല്പം കൂടെ പരിഷ്കരിച്ചിട്ട് വേണമെങ്കിൽ ഒരു പേരൊക്കെ വിളിക്കാം. ഓക്കെ, എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ലവൂസിയർ ആണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ലവൂസിയറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കെമിസ്ട്രിയോട് പാഷനൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ വലിയ ആനന്ദത്തോടുകൂടെ കേൾക്കേണ്ട പേരാണ് ലവൂസിയറിന്റെ പേര്. ലവൂസിയറിനെയാണ് നമ്മൾ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ലവൂസിയറിനെയാണ്. ഓക്കെ, അത് വിടും. അപ്പൊ ലവൂസിയർ ആണ് എലമെന്റുകളെ ആദ്യമായി ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം വിവിധ ശ്രമങ്ങൾ, ആദ്യം മെറ്റലുകൾ, നോൺ മെറ്റലുകൾ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തു, അല്ലെ? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നൊക്കെ തരംതിരിക്കുന്നു. പിന്നെ അവർ ഒരു പീരിയോഡിക് ടേബിൾ, അവരുടെ പ്രോപ്പർട്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണിക്കാൻ വേണ്ടി ഒരു ടേബിൾ ഒക്കെ വരച്ച് അവരെ അതിനകത്ത് ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ലോകത്തുണ്ടായി. ഡോബറീനിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ട്രയാഡ്സ് ആയി 3 വീതം എലമെന്റുകളെ വെച്ചുകൊണ്ട് ഒരു ടേബിൾ ആദ്യം വരച്ചുണ്ടാക്കുന്നു ഡോബറീനിയർ. പിന്നെ ലോദർമെയറിനും മുംബൈയിൽ ന്യൂലാൻസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒക്ടേവ്സ് ആയി 7 എണ്ണം കഴിഞ്ഞ് 8ാമത് വരുന്ന രൂപത്തിൽ, നമ്മളുടെ ഈ മ്യൂസിക്കൽ നൊട്ടേഷൻ ഒക്കെ ഇല്ലേ, സരിഗമ പദനിസ എന്നൊക്കെ പറയുന്ന, അല്ലേ? ആ സരിഗമ പദനി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സായിലേക്ക് തന്നെ വരും. അതാണ് സരിഗമ പദനിസ. അങ്ങനെ ഇങ്ങനെ 8ാമത്തെയാൾ 1ാമത്തെയാളുടെ പ്രോപ്പർട്ടി കാണിക്കുക, വീണ്ടും അടുത്തയാൾ 1ാമത്തെ, അങ്ങനെ 8 വീതമായി ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമം ന്യൂലാൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ അതിന്റെ പരിമിതിയുണ്ട്. ഞാൻ പറഞ്ഞത് വന്ന ഒരു ചരിത്രമാണ്. ആദ്യം ലവൂസിയർ തരംതിരിക്കുന്നു, 2ആയി അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം 3 വീതം എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെ 8 എണ്ണമുള്ളതായി ക്ലാസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലോദർമെയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു കേവ് ഒക്കെ വരച്ച്, ഒരു ഗ്രാഫ് ഒക്കെ വരച്ച്, ഗ്രാഫിനകത്ത് എലമെന്റുകളെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നൊക്കെ. അന്ന് കുറച്ച് എലമെന്റുകളേ ഉള്ളൂ. ഇങ്ങനെ ഇന്ന് കാണുന്ന പോലെ ഇത്രമേൽ 100, 120, 130 എലമെന്റുകളൊക്കെ ഇങ്ങനെ എണ്ണം കൂടി വരുമെന്നൊന്നും അന്ന് അയാൾ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ലോദർമെയർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നിൽക്കില്ല. അതിനകത്ത് എത്ര എലമെന്റുകളെ കാണിക്കാൻ പറ്റും? പരിമിതമായ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. ഇവരാണ് ലോകത്തുള്ള എലമെന്റുകൾ, ഇവരായിരിക്കും എക്കാലവും ലോകത്തുള്ള എലമെന്റുകൾ എന്നൊക്കെ വിചാരിച്ചാണ് അദ്ദേഹം ഒരു ഗ്രാഫിനകത്തൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ ഒക്കെ ശ്രമിച്ചത്. ശരി, അത് പോട്ടെ. അതിനുശേഷം പിന്നീട്
കുറച്ചു കാലങ്ങൾക്ക് ഇപ്പുറത്താണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ഫോമാറ്റ് അതുണ്ടാക്കിയ സയന്റിസ്റ്റിന്റെ പേര് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത പേരാണ് മെൻഡലീഫിന്റെ പേര്. അദ്ദേഹമാണ് ഒരു പീരിയോഡിക് ടേബിളിനെ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ ആദ്യമായി പ്രസന്റ് ചെയ്യുന്നത്. അതിനും അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നുകൂടെ മാറിയ പുതിയ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ. ആവർത്തന പട്ടിക എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ പറയും. എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പീരിയോഡിക് ടേബിൾ എന്നതിനെ മൂലകങ്ങളുടെ ആവർത്തന പട്ടിക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ആവർത്തന പട്ടിക ആവർത്തിക്കുന്ന പട്ടികയാണ്. അതുകൊണ്ടാണ് അതിന് ആവർത്തന പട്ടിക എന്ന് പേര്. ആവർത്തിച്ച് വരിക. ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ മാറി 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 ഒരാളിലെത്തുമ്പോൾ വീണ്ടും ആ പ്രോപ്പർട്ടി അയാളുടെ സ്വഭാവം ഇങ്ങ് ആവർത്തിക്കും. അതുകൊണ്ടാണ് ആവർത്തന പട്ടിക എന്ന് പേര്. എന്തോ ഒന്നിനെ ആവർത്തിക്കുന്ന പട്ടികയാണ്. അതിനെ പീരിയോഡിക്കായ അല്ലെ ഒരു പീരീഡ് എന്ന് പറയൂലേ, നമ്മളൊരു കാലയളവ്, ഒരു പ്രത്യേക പീരീഡ് വെച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ആവർത്തിക്കും പീരിയോഡിക് റിപ്പീറ്റേഷൻ കാണിക്കുന്ന പട്ടികയെ റെഡിയല്ലേ, ഒരു ചാക്രികമായ ആവർത്തനം കാണിക്കുന്ന പട്ടിക എന്നാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന. ടേബിൾ എന്നാൽ പട്ടികയല്ലേ. ടേബിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടേബിളിലേക്ക് വന്ന ചരിത്രം നോക്കൂ. ഞാൻ പറഞ്ഞത് ലവൂസിയറിൽ തുടങ്ങി അല്ലേ, അതിനുശേഷം എന്തായി, ട്രയാഡ്സിലേക്ക് വന്നു, അതിനുശേഷം ഒക്ടേവ്സിലേക്ക് വന്നു, അതിനുശേഷം മെൻഡലീഫിന്റെ ടേബിളിലേക്ക്, ലോദർമേയറിന്റെ കർവിലേക്ക് വന്നു, മെൻഡലീഫിന്റെ ടേബിളിലേക്ക് വന്നു, മോസ്ലിയുടെ ടേബിളിലേക്ക് വന്നു. അങ്ങനെ പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എത്തിയതിന്റെ ഒരു ചരിത്രം പറഞ്ഞ് പുതിയ പീരിയോഡിക് ടേബിളും അപ്പീരിയോഡിക് ടേബിളിലുള്ള പ്രോപ്പർട്ടികൾ, അതിലെ ഗ്രൂപ്പുകൾ, അതിലെ പീരീഡുകൾ, അതിലുള്ള അറ്റോമിക് മാസ്, അതിന്റെ ആറ്റത്തിന്റെ റേഡിയസ്, അവരുടെ അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയുന്ന ടേം, അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയുന്ന അയോണായി മാറാനുള്ള എനർജി, ഒരാൾക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അയോണായി മാറാൻ അയാൾ എടുക്കുന്ന ഊർജത്തെ, എനർജിയൊക്കെയാണ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പേര് വിളിക്കുന്നത്. ഓക്കെ, അയോണിക ഊർജം എന്നൊക്കെയുള്ള ടേമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശരി, അത് പോട്ടെ. എനിക്ക് എല്ലാ ടേമുകളുടെയും പ്രോപ്പർ മലയാളം അത്ര കണ്ട് അറിയുകയുണ്ടാവില്ല, അതിന്റെ പരിമിതി ഉണ്ടാവും ഞാനിത് പറയുന്ന സമയത്ത്. എങ്കിൽ പോലും നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ടേം ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം എന്നുള്ളതിലൊക്കെ ഞാൻ വരാം, അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ പാഠവും മൂന്നാമത്തെ പാഠവും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകതയില്ലേ, ഒരു പോയിന്റിന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് അതിന്റെ ഏറ്റവും വികസിത രൂപത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു പ്രത്യേകത. ഇതാണ് ഒരു പാഠത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഈ സ്വഭാവം ഫസ്റ്റ് ചാപ്റ്ററിനില്ല. ഫസ്റ്റ് ചാപ്റ്റർ അതിൽ നിന്ന് വ്യത്യസ്തമായി പല ഐഡിയകളെ, ആദ്യ ഭാഗത്ത് കെമിസ്ട്രിയുടെ സ്കോപ്പ് ഒക്കെ പറയും. എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചാലുള്ള ഗുണം, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളിൽ കെമിസ്ട്രി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കിരുന്ന് ചുമ്മാ വായിച്ചു നോക്കാം. അതൊരു ക്ലാസ് എടുക്കേണ്ട ഐഡിയ ഒന്നുമല്ല. നിങ്ങൾക്ക് എവിടെയൊക്കെ കെമിസ്ട്രി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്ന ഒരു കഥ പോലെയുള്ള ഒരു ടോപ്പിക് ഒക്കെ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങളൊരു കുഞ്ഞു മക്കളാണ് എന്നൊക്കെയുള്ള ധാരണയിൽ നിങ്ങൾക്ക് വായിക്കാൻ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് +1 കെമിസ്ട്രി ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഒക്കെ പറഞ്ഞ് ചില നിങ്ങൾ പഠിക്കേണ്ട ചില ബേസിക് യൂണിറ്റുകൾ, മീറ്ററും കിലോഗ്രാമും ഗ്രാമും അങ്ങനെ യൂണിറ്റും അളവുകൾ എടുക്കാനുള്ള വഴികൾ, മെഷർമെന്റ്സ്. നിങ്ങൾക്കിപ്പോ ഫിസിക്സിനകത്ത് അത് പറയും, നിങ്ങളുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണത്. ഓക്കെ, അവിടെ നിങ്ങൾ അത് പഠിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ കടക്കുന്നില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത്. അത് കഴിഞ്ഞ് ഈ ദ്രവ്യത്തെ, മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ആറ്റത്തിന്റെ തിയറി ഇല്ലേ, ഡാൽട്ടൺ പ്രസന്റ് ചെയ്ത അറ്റോമിക് തിയറി പറയുന്നു. അതിനുശേഷം നിങ്ങൾ പഠിച്ച, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള മോൾ കോൺസെപ്റ്റ് പറയുന്നു. ഞാൻ ചുമ്മാ ചിരിച്ചതാണ്. പലരും മോൾ കോൺസെപ്റ്റ് വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പലപ്പോഴും വന്ന് പറയുന്നത് കേട്ടതിന്റെ ഒരു ചിരിയാണിത്. മോൾ കോൺസെപ്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസിയാണ് മോൾ കോൺസെപ്റ്റ്. കെമിസ്ട്രിയുടെ ബേസ് ആണ് മോൾ കോൺസെപ്റ്റ്. മോൾ എന്ന ഐഡിയ രസമുള്ള ഐഡിയ ആണ്. മോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ, കണക്കുകളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ അറിഞ്ഞുകൂടാത്ത ടേമുകളൊക്കെ നിങ്ങൾ പതിയെ അറിയാനും ഇംഗ്ലീഷിലേക്ക് മാറ്റാനും വേണ്ടി ശീലിക്കണേ. ഞാൻ എപ്പോഴും ഇങ്ങനെ മലയാളം പറയുക എന്നല്ല, ഞാൻ തുടക്കത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ അപ്പറഞ്ഞ കൺവേർഷൻ ടേമുകളൊക്കെ ഇങ്ങനെ കേട്ട് പതിയെ നമുക്ക്
ഈസിയായി നമ്മളുടെ സബ്ജക്റ്റിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ അങ്ങ് ഉൾക്കൊണ്ട് പോകാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനാ ഞാൻ ഈ രണ്ടും ഇങ്ങനെ ഇടവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആളുകളോ CBSE സിലബസിലുള്ള ആളുകളോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ മലയാളം പറയുന്നത് എന്ന ചിന്ത നിങ്ങൾക്ക് ദയവായി ഉണ്ടാവരുത്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പലർക്കും പല ബുദ്ധിമുട്ടുകളും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അവരെ കൂടെ കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാനും ഇരിക്കാനും. ഓക്കെ, അവർ പതിയെ നമ്മളുടെ രീതിയിലേക്ക്, നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊക്കെ അവരിപ്പോ താമസിയാതെ ഒരു പാഠം കഴിയുമ്പോഴേക്ക് അവരങ്ങ് കടക്കും. ഒരൊറ്റ പാഠം പറയുമ്പോൾ ഈ പരിമിതി കൂടെ വെച്ചാണ് നമ്മൾ പറയുക. അത് പോട്ടെ. അപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി എന്തായിരുന്നു? ആദ്യം നമ്മള് കെമിസ്ട്രിയുടെ സ്കോപ്പ് പറയുന്നു. അതിനുശേഷം അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുന്നു, അല്ലെ? അതുമായി ബന്ധമൊന്നുമില്ല SI യൂണിറ്റിന്. അത് കഴിഞ്ഞ് അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുന്നു. അതുമായി അപ്പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറേയേറെ കെമിസ്ട്രിയിലെ പഴയ ലോസ് ഒക്കെ ഉണ്ട്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് അതുമായി ബന്ധമില്ലാത്ത ആറ്റത്തിന്റെ തിയറിയിലേക്ക് കടക്കും. എന്തിനാണ് ഇങ്ങനെ ബന്ധമില്ലാത്ത കുറേ സാധനം പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞാലേ നിങ്ങൾക്ക് +1 കെമിസ്ട്രി പഠിക്കാനാവും. അപ്പൊ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം അതിനാണ്. ഹയർ സെക്കൻഡറി കെമിസ്ട്രി പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ കോൺസെപ്റ്റുകളെ അങ്ങനെ എറിഞ്ഞു തരുന്ന പാഠമാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന പാഠം. ഒരു പാഠം എന്ന അർത്ഥത്തിലല്ല അത് എടുക്കേണ്ടത്. വിവിധങ്ങളായ അറിവുകളെ ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു മിക്സ്ചർ ആയിട്ടാണ് ആ പാഠത്തിനെ നിങ്ങൾ എടുക്കേണ്ടത്. അതിലുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചാൽ പല പല പാഠങ്ങളിൽ നമുക്കത് ഉപകാരപ്പെടും. ഞാൻ നിങ്ങളോട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ കുറിച്ച് സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആറ്റത്തിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടേക്ക്. അപ്പൊ ചരിത്രമുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. ആറ്റം എന്താണെന്നും ആറ്റത്തിനെ എങ്ങനെയാണ് ആദ്യമായി ലോകത്ത് ഡാൽട്ടൺ പ്രസന്റ് ചെയ്തത് എന്നും എന്തൊക്കെയായിരുന്നു അതിന്റെ ഡ്രോബാക്കുകൾ എന്നും എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ആറ്റം എന്നും ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അതിന്റെ തുടർച്ച പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലാണ്. അങ്ങനെ വിവിധ പാഠങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ലൊക്കെ, നമുക്ക് കണക്ക് വേഗത്തിൽ ചെയ്തു പോകാനുള്ള സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന പാഠമാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന പാഠം. അതിനെ വിശദമായി ഞാൻ ആ പാഠം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതവിടെ ഇരിക്കട്ടെ. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് ആറ്റം ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തതിന്റെ ചരിത്രം മുതൽ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാഠമാണ് തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന നാലാമത്തെ പാഠം ഒരു വലിയ പാഠമാണ്, പക്ഷെ ഭംഗിയുള്ള പാഠമാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നാണ് പാഠത്തിന്റെ പേര്. ബോണ്ടിങ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബന്ധനം എന്നൊക്കെ പറയും അല്ലെ? രാസബന്ധനം എന്നൊക്കെയാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. കെമിക്കലി എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? പല പല ബോണ്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിൽ ഉണ്ടാക്കുന്ന, അയോണുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയോണിക് ബോണ്ട് എന്നാണ് ആ ബോണ്ടിന് പേര് അല്ലേ? ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരാറ്റവും വേറൊരാറ്റവും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുകയും അവർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് അവർ ഉണ്ടാക്കുന്ന ബോണ്ടിനെ നിങ്ങൾ വിളിച്ച പേര് കോവാലന്റ് ബോണ്ട് എന്നാണ്. അങ്ങനെ അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും ഇനിയുമുണ്ട് ബോണ്ടുകൾ. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോണ്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല പല മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത്. ആറ്റം എന്ന ടേമും മോളിക്യൂൾ എന്ന പേരും ഒക്കെ നിങ്ങൾക്കറിയാം. ആറ്റത്തെ ആറ്റം തന്നെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു. മോളിക്യൂളിനെ നിങ്ങൾ മലയാളത്തിൽ തന്മാത്ര എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ മോളിക്യൂളുകൾ ഉണ്ട്. മോളിക്യൂളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതിനെ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എളുപ്പമാണ് ഇംഗ്ലീഷിലുള്ള ടേം. ഓക്കെ, ഇപ്പൊ അയോണ് തമ്മിലുള്ള ബോണ്ട് അയോണിക് ബോണ്ട് അല്ലേ? അതേപോലെ മോളിക്യൂൾ തമ്മിലാണെങ്കിൽ മോളിക്യൂളിനിടയിൽ ഇന്റർ മോളിക്കുലാർ, മോളിക്യൂളിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്ഷൻ എന്നാണ് ആകർഷണത്തെ നമ്മൾ വിളിക്കുക. ഒരാളെ അട്രാക്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കാന്തത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അട്രാക്ഷൻ, റിപ്പൽഷൻ ഒക്കെ, ആകർഷണം, വികർഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേര് തമ്മിൽ അട്രാക്ട് ചെയ്തുണ്ടാക്കുന്ന ബന്ധനത്തെ, ബോണ്ടിനെയാണ് നമ്മൾ ആകർഷണ ബലം എന്നൊക്കെ പേര് വിളിക്കുന്നത്. റെഡിയാണല്ലോ? അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ വിവിധങ്ങളായ ബോണ്ടുകൾ
ഇങ്ങനെ ബോണ്ടിലൂടെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളുടെ സ്വഭാവങ്ങൾ, അവരുടെ സ്ട്രക്ചർ, അവരുടെ ഘടന, അവരുടെ ഷേപ്പ് ഒക്കെ പറയുന്ന പാഠമാണ് 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന പേര്. ബോണ്ടിങ്ങും ബോണ്ടിങ്ങിലൂടെ അവർ കൈവരിക്കുന്ന സ്ട്രക്ചറും അവരുടെ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് വാട്ടറിനെ നമ്മൾ വാട്ടർ എന്താണ്, കാണാൻ എങ്ങനെയാണ് വാട്ടറിലെ ഹൈഡ്രജനും ഓക്സിജനും ഇടയിലുള്ള എന്താണ് ആംഗിൾ എത്രയാണ്, ഏത് ഷേപ്പിലാണ് അവർ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വാട്ടറിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ വരയ്ക്കും. അമോണിയയുടെ ഷേപ്പ് നമ്മൾ വരയ്ക്കും. അങ്ങനെ പല 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 ആളുകളുടെ ഷേപ്പ് ഒക്കെ നമ്മൾ വരച്ചുണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ ഷേപ്പാണ് ഇപ്പൊ അറിയാവുന്നത്. ഓക്കെ, അങ്ങനെ ഷേപ്പ് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് പണ്ട് ചെറിയ ക്ലാസ്സിൽ. നിങ്ങൾ കണ്ടതിന്റെ ഒക്കെ ചിത്രം നിങ്ങൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതിന്റെ ചിത്രം ഓക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയായിരിക്കും അയാളെന്ന് ഊഹിച്ചുകൊണ്ട് വരക്കുന്ന പാഠമാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാട്ടറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വാട്ടറിന്റെ ഒരു മോളിക്കൂളിനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒരു വാട്ടർ മോളിക്കൂൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ഒരു വാട്ടർ മോളിക്കൂൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു ഡിവൈസിന്റെയും ഹെൽപ്പില്ലാതെ ആ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് വാട്ടറിന്റെ ഒരു മോളിക്കൂൾ, എങ്ങനെയാണ് അമോണിയയുടെ ഒരു മോളിക്കൂൾ, എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു മോളിക്കൂൾ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ആ ചിത്രങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് വരയ്ക്കാനും കഴിയും. അങ്ങനെ മോളിക്കൂളുകളെയൊക്കെ ഇമാജിൻ ചെയ്ത് വരക്കുന്ന ഭംഗിയുള്ള പാഠത്തിന്റെ പേരാണ് 4th ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നത്. ഓക്കെ, അപ്പൊ 4 പാഠവും രസമാണല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കഴിഞ്ഞ 5ാമത്തെ പാഠത്തിലേക്ക് വന്നാൽ 5th ചാപ്റ്ററിന്റെ പേര് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ്. ഓക്കെ, മാറ്ററിന്റെ സ്റ്റേറ്റുകൾ, മാറ്ററിന്റെ അവസ്ഥ പറയുന്ന പാഠമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്റർ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെറ്റീരിയൽ, പാർട്ടിക്കിൾ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന പേരാണ്. മാറ്ററിനെ മലയാളത്തിൽ നിങ്ങൾ വിളിക്കുന്നത് ദ്രവ്യം എന്നാണ്. ഓക്കെ, ദ്രവ്യം എന്നാണ് മാറ്റർ നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ അവസ്ഥകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഖരം, ദ്രാവകം, വാതകം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ് ഇംഗ്ലീഷ് അതിന്റെ. ഖരം എന്നതിനെ സോളിഡ് എന്നും, ഓക്കെ, ദ്രാവകം എന്നതിനെ ലിക്വിഡ് എന്നും, സോളിഡ്, ലിക്വിഡ്, അതേപോലെ ഗ്യാസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പേര് വിളിക്കാം. 3 പേരുകളാണ് ഞാൻ പറയുന്നത്, സോളിഡും ലിക്വിഡും ഗ്യാസും. റെഡിയാണല്ലോ? ഈ പേരുകളുടെ മലയാളവും നിങ്ങൾക്കറിയാം. ഖരം, ദ്രാവകം, വാതകം. റെഡിയാണല്ലോ? ഓക്കെ, അപ്പൊ അതേപോലെ മാറ്ററിനെ 3 അല്ലേ ക്ലാസിഫൈ ചെയ്ത്, അതിലേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്ലാസ്മ എന്ന് പറയുന്ന ടേം, പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുക എന്നതാണ് 5th ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ലോസ് ഉണ്ട് അതിൻ്റെ അകത്ത്, കുറെ നിയമങ്ങൾ. ബോയിൽസ് ലോ കേട്ടിട്ടില്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്നൊക്കെ പറയുന്ന ലോകളൊക്കെ നിങ്ങൾ പലരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ലോസ് ഒക്കെ പഠിക്കുന്ന പാഠമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പാഠം. ഒരുപാട് കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുള്ള, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള പാഠവും കൂടിയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അടിപൊളി പാഠമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നല്ല രസമാണ് ഇത് പഠിക്കാൻ. നിറയെ ഗ്രാഫുകളും പ്രോബ്ലങ്ങളും ഒക്കെയുള്ള ഫിസിക്കൽ കെമിസ്ട്രി ഏറ്റവും ഭംഗിയിൽ പഠിക്കാവുന്ന പാഠം. എങ്ങനെയാണ് രണ്ടുപേരെ അട്രാക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് അട്രാക്ഷൻ പൊട്ടിക്കാനാവാത്തത്, പൊട്ടിക്കാൻ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അവരെ നമുക്ക് ചൂടാക്കാൻ കഴിയുമോ, എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോ രണ്ടുപേരെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടുപേരെ അട്രാക്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കും. നന്നായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുമ്പോൾ അത് പൊട്ടിക്കാൻ നിങ്ങൾ ചൂടാക്കുക ചെയ്യുക. ചൂടാക്കുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. പൊട്ടും ബോണ്ട് അവർക്കിടയിലുള്ള അട്രാക്ഷൻ പൊട്ടപ്പോൾ അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും? അവർ ഒലിച്ചു വരും അല്ലെ? സോളിഡിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അവർ ലിക്വിഡിന്റെ സ്റ്റേറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഒലിച്ചൊലിച്ച് വരില്ലേ അവര്? അങ്ങനെ നിങ്ങൾക്ക് ചൂടാക്കി അവരെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്നൊക്കെ ഞാൻ അതിലും വിശദമായി അത് പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഭംഗിയാണ് ആ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഉള്ളത്. ഓക്കെ, ആ പാഠത്തിന് മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ കടക്കുന്നില്ല. അത് ആ ഭംഗിയോടുകൂടെ ആ പാഠം പറയുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുക. മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ആ പാഠം നിങ്ങൾക്ക് എടുക്കുക, ആ സമയത്ത് അത് കേൾക്കുക. ശരി, അത് പോട്ടെ. അങ്ങനെ മാറ്ററും മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ, മാറ്റർ എന്താണ് എന്ന് അതിനു മുമ്പേ നിങ്ങൾ പഠിക്കുവേ. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടെന്ന്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ മാറ്റർ എന്താണെന്നൊക്കെ നമ്മൾ പറയും. അതിനെ ഫിസിക്കലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നൊക്കെ 5th ചാപ്റ്ററായ 5ാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞു വരുന്ന
ആറാമത്തെ പാഠം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ രസമുള്ള പാഠങ്ങളിൽ ഒന്നാണ് 6th ചാപ്റ്റർ. ആറാമത്തെ പാഠത്തിന്റെ പേര് തെർമോഡൈനാമിക്സ് എന്നാണ്. ആ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുതിയ പേരാണെങ്കിൽ ഞാനത് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. തെർമോഡൈനാമിക്സ് എന്നാണ് 6th ചാപ്റ്ററിന്റെ പേര്. തൊട്ടു മുമ്പേ ഞാൻ നിങ്ങളോട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറയുമ്പോൾ പറഞ്ഞു, ചൂടാക്കിയാൽ മാറ്റർ ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറും, മൂവ് ചെയ്യും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അല്ല, ഈ ചൂടുമായുള്ള യഥാർത്ഥ ബന്ധം നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സ് എന്ന പാഠത്തിനകത്താണ്. തെർമോഡൈനാമിക്സിനെ 2 കഷ്ണങ്ങളായി നമ്മൾക്കങ്ങ് മുറിക്കാം. ഒന്ന് തെർമോയും മറ്റൊന്ന് ഡൈനാമിക്സുമാണ്. തെർമോ എന്നത് തേർമൽ കണ്ടീഷനുകളെ ഹീറ്റിനെ ആണ് തെർമോ എന്ന വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡൈനാമിക്സ് എന്ന വാക്ക് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ മൊബിലിറ്റി, അവരുടെ മൂവ്മെന്റിനെ, അവരുടെ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് ഡൈനാമിക്സ് എന്നത്. അപ്പൊ ഹീറ്റും മോഷനും തമ്മിലുള്ള ബന്ധമാണ് മൊബിലിറ്റിയും അതേപോലെ തന്നെ ഹീറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ചൂടെന്താണെന്നൊക്കെ അറിയാം, ഞാൻ പറയണ്ടല്ലോ. തമ്മിലുള്ള ബന്ധമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് നിങ്ങൾ പഠിക്കുക. ഇതാണ് 6th ചാപ്റ്റർ. അപ്പൊ ഞാൻ പറഞ്ഞത് നോക്കൂ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ല രസമുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെയുള്ള പാഠമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നല്ലേ. അതിന്റെ തുടർച്ച തന്നെയാണ് ഈ പാഠവും. ഇതിനകത്ത് നല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. രസമായി നിങ്ങൾക്ക് പഠിക്കാവുന്ന പാഠമാണ് 6th ചാപ്റ്ററായ തെർമോഡൈനാമിക്സ്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് 7ാമത്തെ ചാപ്റ്ററായ ഇക്വിലിബ്രിയത്തിലേക്കാണ്. 7th ചാപ്റ്ററിന്റെ പേര് ഇക്വിലിബ്രിയം എന്നാണ്. ഇക്വിലിബ്രിയം എന്ന പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ പേരായിരിക്കും. ഇക്വിലിബ്രിയത്തെ മലയാളത്തിൽ പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സന്തുലിതാവസ്ഥ എന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണ് ഇക്വിലിബ്രിയം എന്ന വാക്കിന്റെ മലയാളം. ഓക്കെ, അപ്പൊ 2 അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രോസസ്സുകളെ, അങ്ങോട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാ റിയാക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന പ്രോസസ് അല്ലേ. ഒരാൾ ഒരു പ്രൊഡക്റ്റിനെ തരുന്ന, ഒരു ഉൽപ്പന്നത്തെ തരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുക. ഈ റിയാക്ഷൻ തിരിച്ച് ഇങ്ങോട്ട് നടക്കാം. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയ പോലെ പ്രൊഡക്റ്റ് തിരിച്ചാരും ആവാം, റിയാക്ടന്റും ആവാം. അങ്ങോട്ട് നടന്ന പോലെ ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നടക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ എഴുതി. ഈ റിയാക്ഷൻ വേണമെങ്കിൽ അല്ല, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു അടച്ച പാത്രത്തിലൊക്കെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അമോണിയ തിരിച്ച് നൈട്രജനും ഹൈഡ്രജനും ആവും. അതേപോലെ അങ്ങനെ അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായി തീരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്നാണ്. മുന്നോട്ടും പുറകോട്ടും നടക്കുന്ന, റിവേഴ്സിബിൾ ആവുന്ന, തിരിഞ്ഞു വരുന്ന റിയാക്ഷനുകളാണ് റിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്ന് നമ്മൾ അവരെ പേര് വിളിക്കും. ഇത്തരം റിവേഴ്സിബിൾ റിയാക്ഷനുകളിലാണ് നമുക്ക് സന്തുലിതാവസ്ഥ കാണാൻ കഴിയുക. കെമിസ്ട്രിയിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഒരു ടേമാണ്. നമ്മൾ ഈ പാഠത്തിനകത്ത് ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്, ഇത്തരം റിയാക്ഷനുകൾക്കകത്ത് എങ്ങനെയാണ് സ്ഥിരത വരുന്നത്, സന്തുലിതാവസ്ഥ വരുന്നത് എന്ന ഒരു കോൺസെപ്റ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നല്ല പാഠമാണ് ഇക്വിലിബ്രിയം. ചില ആളുകളൊക്കെ ആ പാഠം ചെറിയ ക്ലാസ്സിലൊക്കെ, ചില ആളുകളൊക്കെ എന്ന് ഞാനിങ്ങനെ പറയുന്നത്, പലരും പല സിലബസ് പഠിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചില ആളുകളൊക്കെ എന്ന് പറയുന്നത്. ചിലർ ഇത് കേട്ടിട്ടും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നല്ല രസമുള്ള പാഠമാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അത് ഇക്വിലിബ്രിയത്തിന്റെ മറ്റൊരു പ്രത്യേകത, +1 കെമിസ്ട്രിയിൽ ഏറ്റവും നീളമുള്ള പാഠവും ഇക്വിലിബ്രിയമാണ്. വലിയ പാഠമാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, അതേപോലെ ഫിസിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞ് 3 കാറ്റഗറിയായി, 3 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കുന്ന നീളമുള്ള പാഠമാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠം. അത് കഴിഞ്ഞ് 8ാമത് വരുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായി പഠിക്കാവുന്ന, നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാവുന്ന പാഠമാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന പാഠം. 2 ടേമുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓക്സിഡേഷനും റിഡക്ഷനും എന്ന് 2 വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സിഡേഷൻ എന്ന് പറയുന്ന വാക്കിനെ മലയാളത്തിൽ നിങ്ങൾ ഓക്സീകരണം എന്നും
റിഡക്ഷൻ എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ മലയാളത്തിൽ നിരോക്സീകരണം എന്നുമാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും പഠിക്കുന്ന, ഓക്സിഡേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറൊക്കെ, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറൊക്കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന നല്ല രസമാണ്. ആ നമ്പർ കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ, ടൂളൊക്കെ ഭയങ്കര രസമാണ്. ഒരാൾ ഒറ്റക്ക് ചുമ്മാ നിന്നാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അയാൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ, ഒരു ഇലക്ട്രോൺ അങ്ങ് പോയാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ഇലക്ട്രോണിങ് വന്നാൽ -1 ആണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുള്ള കുറെ കണക്ഷൻ ടേമുകളൊക്കെ വെച്ചാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന പാഠം പഠിക്കുക. അങ്ങനത്തെ റിയാക്ഷനുകൾ, ആ റിയാക്ഷനുകളെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ ഈ പാഠമായ റിഡോക്സ് റിയാക്ഷനിൽ പഠിക്കും. ഇതാണ് 8th ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ. 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ മാത്രമല്ല, 9, 10, 11 ചാപ്റ്ററുകളിലേക്ക് വരുമ്പോ, ഞാൻ 3 ചാപ്റ്ററിനെ ഒന്നിച്ചാണ് പറയുന്നത്, നോക്കണേ. 9, 10, 11 ചാപ്റ്ററിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പഠിച്ച് പീരിയോഡിക് ടേബിൾ ഒക്കെ വരക്കും. പീരിയോഡിക് ടേബിളിൽ ഒറ്റക്ക് നിൽക്കുന്ന എലമെന്റ് ആയിരുന്നു ഹൈഡ്രജൻ, അല്ലേ? ഒറ്റക്കായിരുന്നു ടേബിളിന്റെ മുകളിൽ ഒരു കള്ളിയിൽ ഹൈഡ്രജന്റെ നിൽപ്പ്. അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇങ്ങനെ 2 കള്ളികളിലായി എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ഗ്രൂപ്പ് എലമെന്റുകൾ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഈ എലമെന്റുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പേര് വിളിച്ചത്. റെഡിയല്ലേ? അതിനുശേഷം ഇങ്ങേ അറ്റത്ത് പി ബ്ലോക്ക് എലമെന്റുകൾ ഉണ്ടായിരുന്നു. പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ 13ാം ഗ്രൂപ്പ് മുതൽ 18ാം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പേര് വിളിച്ചത്. റെഡിയാണല്ലോ? ഇതിനിടയിൽ അവരെ കണക്ട് ചെയ്തുകൊണ്ട്, ഇത് ലേശം വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്, സാരമില്ല, കുറച്ച് വളഞ്ഞോട്ടെ. റെഡി? കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടുഭാഗത്ത്, ഇവിടെ ഹീലിയോ ഒക്കെ ഉണ്ട്, നോബൽ ഗ്യാസുകളുടെ കാറ്റഗറിയിൽ ഒരാളൊക്കെ ഉണ്ട്, പീരിയോഡിക് ടേബിളിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ നടുഭാഗത്ത് ഡി ബ്ലോക്ക് എലമെന്റുകളും ഏറ്റവും അടിയിൽ 2 സീരീസുകളിലായി എഫ് ബ്ലോക്ക് എലമെന്റുകളും വരുന്ന ഈ ഒരു ഷേപ്പ് ആയിരുന്നു നമ്മുടെ പീരിയോഡിക് ടേബിളിന് ഉണ്ടായിരുന്നത്. അതാണ് 9, 10, 11 പാഠങ്ങളുടെ സ്വഭാവം. 9ാമത്തെ പാഠത്തിന്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. അപ്പൊ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു വെച്ചതിലെ ഹൈഡ്രജനെ ഒറ്റക്കെടുത്ത് നമ്മൾ 9ാമത്തെ പാഠമായി അങ്ങ് പഠിക്കും. ആരാണ് ഹൈഡ്രജൻ? എന്തിനാണ് ഹൈഡ്രജനെ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ ഒറ്റക്ക് നിർത്തിയിരിക്കുന്നത്? അയാളെയും കൂടി ഇങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ ഇട്ടുകൂടെ? അപ്പൊ ഇടാൻ കഴിയാത്ത എന്തെങ്കിലും കാരണം അതിനുണ്ടോ? ഹൈഡ്രജൻ ആരെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളിൽ ഒന്നാണ് വെള്ളം, വാട്ടർ, അല്ലേ? H2O എന്നാണ് നമ്മൾ വാട്ടറിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഹൈഡ്രജന്റെ ഒരു കോമ്പൗണ്ട് ആണ് അയാൾ. എന്താണ് വെള്ളം? വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? വെള്ളം ആരോടൊക്കെ റിയാക്ട് ചെയ്യും തുടങ്ങിയ എല്ലാം, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ 9ാമത്തെ പാഠത്തിൽ പഠിക്കും. പാഠത്തിന്റെ പേര് ഹൈഡ്രജൻ എന്ന് തന്നെയാണ്. 10ാമത്തെ പാഠം ഈ പാഠമാണ്. 10ാമത്തെ പാഠത്തിന്റെ ഹെഡിങ് ആണ് ഇത്, എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ, അവരുടെ പേര്, അവരുടെ പ്രോപ്പർട്ടി, അവരുണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ്, അത് വിപണിയിൽ എങ്ങനെ വരുന്നു എന്നൊക്കെ തുടങ്ങി, ഏതൊക്കെ സബ്സ്റ്റൻസിനെ അവരുണ്ടാക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നല്ല രസത്തിൽ പഠിക്കുന്ന പാഠമാണ് 10th ചാപ്റ്റർ എസ് ബ്ലോക്ക് എലമെന്റ്സ്. 11ാമത്തെ പാഠത്തിന്റെ പേര് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. 11ാമത്തെ പാഠത്തിന്റെ പേര് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണെങ്കിലും പി ബ്ലോക്കിലെ മുഴുവൻ ഗ്രൂപ്പുകളൊന്നും നിങ്ങൾ 11th ചാപ്റ്ററിൽ പഠിക്കില്ല. 2 ഗ്രൂപ്പുകളെ നമുക്ക് ഇക്കൊല്ലം ആകെ പഠിക്കാനുള്ളൂ. അത് 13ാം ഗ്രൂപ്പും 14ാം ഗ്രൂപ്പും മാത്രമാണ്. ഈ 2 ഗ്രൂപ്പുകളാണ് 11th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 15ാം ഗ്രൂപ്പ് മുതൽ 18ാം ഗ്രൂപ്പ് വരെ നിങ്ങൾ അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ ഇതേ ഹെഡിങ്ങിൽ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്ന അതേ തലക്കെട്ടിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കും. അതേപോലെ ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും ഒക്കെ സെക്കൻഡ് ഇയറിൽ പഠിക്കും. ഫസ്റ്റ് ഇയറിൽ ആകെ പഠിക്കാനുള്ളത് 9th ചാപ്റ്ററായി ഹൈഡ്രജനും 10th ചാപ്റ്ററായി എസ് ബ്ലോക്ക് എലമെന്റും 11ാമത്തെ ചാപ്റ്ററായി ഈ 13, 14 ഗ്രൂപ്പുകളെ പി ബ്ലോക്ക് എലമെന്റ് എന്ന തലക്കെട്ടിലും പഠിക്കും. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞു വരുന്ന 12, 13 ചാപ്റ്ററുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടം ഇതുവരെ ഉള്ള ചാപ്റ്ററുകളായിരിക്കും. ഓർഗാനിക് കെമിസ്ട്രി ആണ്.
കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളുമാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടാണ് നിങ്ങളുടെ വരവ്. നിങ്ങൾ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി മുഴുവൻ നിങ്ങൾ 12th ചാപ്റ്ററിൽ പഠിക്കും. 12ാമത്തെ ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സുകളാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമ്പൗണ്ടുകൾ, അവരുടെ നെയിമിങ്, അവർക്ക് പേരിടുന്നത് ഒക്കെ എല്ലാം കാറ്റഗറൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന പാഠമാണ് 12ാമത്തെ പാഠം. അതിനകത്ത് ഒരാളെ മാത്രം എടുത്തുകൊണ്ട്, ഹൈഡ്രോ കാർബണുകളെ മാത്രം എടുത്തുകൊണ്ട് പഠിക്കുന്ന പാഠമാണ് 13ാമത്തെ ചാപ്റ്റർ. അതിന്റെ പേര് ഹൈഡ്രോ കാർബൺസ് എന്നാണ്. അത് രണ്ടും ഓർഗാനിക് കെമിസ്ട്രിയാണ്, 12ാമത്തെ പാഠവും 13ാമത്തെ പാഠവും. ഇത്രയും കഴിഞ്ഞ് നമ്മൾ ഒടുവിലെത്തുന്ന പാഠം, ലാസ്റ്റ് ചാപ്റ്റർ 14ാമത്തെ പാഠത്തിന്റെ പേര് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നാണ്. അവസാനത്തെ പാഠത്തിന്റെ പേര് എൻവയോൺമെന്റൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു ജനറൽ കെമിസ്ട്രി ടോപ്പിക് ആയിരിക്കുമെന്ന്. കെമിസ്ട്രി എങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുത്താം എന്ന പഠനമാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. പല എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതിൽ പ്രധാനമായും പൊല്യൂഷൻ, അല്ലേ, മലിനീകരണം എന്നൊക്കെ പറയുന്ന നമ്മളുടെ അന്തരീക്ഷമൊക്കെ മലിനീകരണപ്പെട്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളാൽ കെമിസ്ട്രി അതിൽ പ്രതിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പലവിധമായ കോമ്പൗണ്ടുകൾ, പലവിധ നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് വലിച്ചെറിയുന്ന സബ്സ്റ്റൻസ്, വെഹിക്കിളൊക്കെ പുറന്തള്ളുന്ന പുക, ഇങ്ങനെ പലതുകൊണ്ടും അന്തരീക്ഷം അപകടകരമാം വിധം മലിനീകരണപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കേണ്ട, നമുക്ക് ഓൾറെഡി ആ തിരിച്ചറിവുണ്ട്, അത് ഉണ്ടാക്കേണ്ട ഐഡിയ വെച്ചാണ് അവസാനത്തെ ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ പാളി എങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, ആസിഡ് റെയിൻ പോലെ, ആസിഡ് മഴ, അമ്ലമഴ എന്നൊക്കെ പറയും നമ്മൾ മലയാളത്തിൽ, പെയ്യുന്നതിനെ കുറിച്ച്. അങ്ങനെ പല പ്രശ്നങ്ങൾ, എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, വെള്ളം എങ്ങനെ മലിനീകരണപ്പെടുന്നു, വായു എങ്ങനെ മലിനീകരണപ്പെടുന്നു, അങ്ങനെ മൊത്തത്തിൽ പൊല്യൂഷനെ കുറിച്ച് വിശദമായി പഠിക്കുന്ന പാഠമാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിലനിൽക്കുന്ന കെമിസ്ട്രിയുടെ നോളജ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കിതിനെ മറികടക്കാം, എങ്ങനെ നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആയ, എക്കോ ഫ്രണ്ട്ലി ആയ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം കെമിസ്ട്രി ഉപയോഗിച്ച് എന്ന സ്വപ്നം കൂടെ പങ്കുവെക്കുന്ന, നമുക്ക് ഈ അന്തരീക്ഷത്തെ എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച കെമിസ്ട്രി ഉപയോഗിച്ച് രക്ഷിക്കാം എന്നുകൂടെ പരിശോധിക്കുന്ന പാഠമാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന പാഠം. ഈ 14 ചാപ്റ്ററുകളാണ് +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് 14 പാഠങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ 14ഉം രസമുള്ള പാഠങ്ങളാണ്. രസമുള്ള പാഠങ്ങളാണെന്ന് മാത്രമല്ല, പല രീതിയിൽ നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങളാണ് ഈ 14 പാഠങ്ങളും. നമ്മളുടെ ലൈഫിലായാലും കെമിസ്ട്രി എക്കാലം വരെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ അക്കാലം വരെയും നമ്മൾ അറിയേണ്ട പാഠങ്ങളാണ് ഈ 14 പാഠങ്ങളും. ഭംഗിയിൽ പഠിക്കാൻ കഴിയുന്ന പാഠമാണ്. ഞാൻ ഈ സംസാരം തുടങ്ങിയത് എത്ര കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കെമിസ്ട്രി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വാക്കിൽ തന്നെയാണ് ഞാൻ വീണ്ടും വന്ന് നിൽക്കുന്നത്. ഇതുവരെ നിങ്ങൾ കെമിസ്ട്രി ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. കെമിസ്ട്രി ടീച്ചറെ ഭയങ്കര, ഇപ്പൊ ഞാനിവിടെ വന്ന് കെമിസ്ട്രിയാണ് ഞാനെന്ന് പറയുമ്പോൾ വലിയ ദേഷ്യത്തോടെയാണോ നിങ്ങൾ എന്നെ നോക്കുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറെ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നോക്കരുത്, ഇനി തുറിച്ചു നോക്കരുത്. കെമിസ്ട്രി എടുക്കുന്ന ടീച്ചറെയും കെമിസ്ട്രിയെയും കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിനെയും ഒന്നും അങ്ങനെ നോക്കരുത്. നമുക്ക് സ്നേഹിക്കാൻ കഴിയണം കെമിസ്ട്രി. നല്ല രസമാണ് കെമിസ്ട്രി, ഒരു കഥ വായിക്കുന്ന പോലെ വായിച്ചു പോവാം കെമിസ്ട്രി, അല്ലേ? രസതന്ത്രം എന്നാണ് കെമിസ്ട്രിയുടെ മലയാളം പോലും. രസതന്ത്രം എന്ന് പറയുന്ന വാക്ക് പോലും ഭംഗിയുള്ള വാക്കാണ്. ആ വാക്കിനെ പോലും ഉൾക്കൊള്ളാതെയാണ് നമ്മൾ പലപ്പോഴും കെമിസ്ട്രി പഠിച്ചിട്ടുള്ളത്. രസതന്ത്രം എന്നാണ് കെമിസ്ട്രി എന്ന വാക്കിന്റെ ഡയറക്റ്റ് മലയാളം എന്ന് നിങ്ങൾക്കറിയാം. ആ വാക്ക് പറയുമ്പോഴാണ് കുറച്ചുകൂടെ അഫിനിറ്റി, കുറച്ചുകൂടെ സ്നേഹം നമുക്ക് ആ സബ്ജക്റ്റിനോട് ഉണ്ടാവുക. അപ്പൊ രസത്തിൽ പഠിക്കാൻ കഴിയണം കെമിസ്ട്രിയെ, ബുദ്ധിപൂർവം പഠിക്കാൻ കഴിയണം കെമിസ്ട്രിയെ. ഈ കെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് പലതും നമുക്ക് നമ്മുടെ ലൈഫിലും നമ്മൾ ഫേസ് ചെയ്യാനിടയുള്ള പരീക്ഷകളിലും എല്ലാം ചെയ്യാനുണ്ട് എന്ന ബോധ്യം കൂടെ നിങ്ങൾക്ക് വേണം. വരും ദിവസങ്ങളിൽ പതിയെ നമ്മൾ കെമിസ്ട്രിയുടെ ചില ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളെല്ലാം പറഞ്ഞ് അങ്ങനെ +1 കെമിസ്ട്രിയിലേക്ക് കടക്കും. അപ്പൊ +1 കെമിസ്ട്രി ഞാൻ ജസ്റ്റ് ഈ ഇൻട്രൊഡക്ഷനിൽ ഇന്നിവിടെ തുടങ്ങി വെക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക്
ഒന്ന് രണ്ട് ചെറിയ ഇതേപോലെ തന്നെയുള്ള ചില കണക്ഷൻ ടേമുകളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഫസ്റ്റ് ചാപ്റ്ററായ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. കെമിസ്ട്രിയെ കുറിച്ച് ഞാനിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെയാണോ മോശമാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിനെക്കുറിച്ച് സത്യത്തിൽ എനിക്കറിയില്ല. നിങ്ങളെ പോലെ ഞാനിപ്പോൾ അത് ഓർമ്മിച്ചിരിക്കുന്നില്ല, ഞാനതൊക്കെ മറന്നുപോയിരിക്കുന്നു. +1 പഠിച്ച ഫിസിക്സും മാത്സും ബയോളജിയും ഒക്കെ അതും രസമുള്ള സബ്ജക്റ്റുകളായിരിക്കാം. ടീച്ചേഴ്സ് അങ്ങനെ പറയും നിങ്ങളോട്, എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് കൺവേ ചെയ്യും. അതിനെയെല്ലാം ആത്മാർത്ഥതയോടുകൂടെ ഉൾക്കൊള്ളുക. നോട്ട് വാങ്ങണം. ഇനി ഞാൻ പ്രാക്ടിക്കലായ ചില സംഗതികളിലേക്ക് വരാം. നോട്ട് വാങ്ങണം കെമിസ്ട്രിക്ക്. കെമിസ്ട്രിയുടെ നോട്ട് കെമിസ്ട്രിയുടെ മാത്രം നോട്ടായിരിക്കണം. മറ്റൊരു സബ്ജക്റ്റും കൊണ്ടുപോയി അതിനകത്ത് എഴുതരുത്. ഒരു പേജിൽ കെമിസ്ട്രി, ഒരു പേജിൽ ഫിസിക്സ്, ഒരു പേജിൽ മാത്സ്, അങ്ങനെയൊന്നും നോട്ട് എഴുതി ശീലിക്കരുത്. നിങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ശീലമൊക്കെ മാറ്റണം. നമ്മൾ എന്താണ് എന്ന് നമ്മുടെ നോട്ട് നോക്കിയാൽ കാണാൻ കഴിയണം. നമ്മുടെ മൈൻഡിന്റെ അച്ചടക്കം, നമ്മളുടെ സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ എന്ന തിരിച്ചറിവൊക്കെ ഒരാൾക്ക് നമ്മളുടെ നോട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ കിട്ടണം. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ നോട്ട്. ഭംഗിയായി നോട്ട് എഴുതണം. ചറപറ വലിച്ചു വാരി ഒന്നും നോട്ട് എഴുതരുത്. പെർഫെക്റ്റ് ആയി നോട്ട് എഴുതണം. നല്ല കൈയക്ഷരമൊക്കെ മോശമാണെങ്കിൽ അതൊക്കെ ഈ ദിവസങ്ങൾ കൊണ്ട് ക്ലിയർ ആക്കി എടുക്കണം. വീട്ടിൽ നിന്ന് കുറച്ച് നേരമേ നമ്മുടെ ക്ലാസ് ഉള്ളൂ. ബാക്കി സമയം കൊണ്ട് നന്നായി എഴുതാൻ പഠിക്കണം. കാരണം നമ്മൾ പരീക്ഷ എഴുതേണ്ട ആളുകളാ. നിങ്ങളുടെ പരീക്ഷാ പേപ്പർ ഒരാൾ വാല്യൂ ചെയ്യുമ്പോൾ 10ലെ മാർക്ക് വന്നതിന്റെ അഹങ്കാരത്തിൽ ഞാനിത് പറയുന്നതിനെ കേൾക്കരുത്. ഞാൻ എന്താ 10th പഠിച്ചിട്ട് എനിക്ക് ഇത്രയും മാർക്കില്ലേ, പേപ്പറും ഒരാൾ നോക്കിയതല്ലേ എന്നൊന്നും ചോദിക്കരുത്. ആ നോട്ടമല്ല +1ന്റെയും +2വിന്റെയും പരീക്ഷാ പേപ്പറിൽ ഉണ്ടാവുക. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, തീരെ കുഞ്ഞുങ്ങളാണ് എന്ന കരുതലൊക്കെ വെച്ചിട്ടുള്ള കൺസിഡറേഷൻ ആ വാല്യുവേഷൻ ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്നിരിക്കുന്നു, കുറച്ചുകൂടെ ഗൗരവം നിങ്ങളുടെ എഴുത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും കാണണ്ടേ എന്നൊക്കെ വിചാരിക്കുന്ന ടീച്ചേഴ്സാണ് ഇനി നിങ്ങളെ കാണുക. അവരാണ് ഇനി നിങ്ങളെ പേപ്പർ നോക്കുക. അപ്പോൾ പഴയ സ്നേഹം പുതിയ പേപ്പർ നോക്കുമ്പോൾ അത്ര കണ്ടുണ്ടാവില്ല. അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുതിർന്നിരിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ അച്ചടക്കമൊക്കെ നമ്മുടെ എഴുത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. പെർഫെക്റ്റ് ആയി നോട്ട് എഴുതണം. കെമിസ്ട്രിയുടെ നോട്ട് കെമിസ്ട്രിയുടെ മാത്രം നോട്ടായിരിക്കണം. തരുന്ന വർക്കുകളൊക്കെ കൃത്യമായി അതിന്റെ ഗ്യാപ്പുകളിൽ ചെയ്തു പോവാൻ കഴിയണം. അസൈൻമെന്റുകളൊക്കെ 1-2 ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് തരാൻ തുടങ്ങും. അപ്പൊ 2 നോട്ട് ബുക്ക്, ഒരു നോട്ട് ബുക്കിൽ നമ്മൾ എടുക്കുന്ന പാഠമൊക്കെ എഴുതുന്നു, ഒരു നോട്ട് ബുക്കിൽ അസൈൻമെന്റുകളൊക്കെ ചെയ്തു വെക്കുന്നു. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഐഡിയലായ ഒരു സ്റ്റുഡൻ്റായി ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ വീട്ടിലിരുന്ന് മാറാൻ നിങ്ങൾക്ക് പറ്റണം. എല്ലാ രീതിയിലും ഒരു സ്ഥാപനം എന്ന രീതിയിലുള്ള മുഴുവൻ സപ്പോർട്ടും സയൻസ് സെന്ററിന് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ടീച്ചേഴ്സാണ് സയൻസ് സെന്ററിലെ മുഴുവൻ ടീച്ചേഴ്സും. ഏതാവശ്യത്തിനും എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. എന്തു പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പാഠമെടുക്കുന്ന ടീച്ചറോട് ആ പാഠവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം നിങ്ങൾക്ക് തോന്നിയാലും അപ്പ ചോദിക്കാം. ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം തോന്നിയാലും അപ്പ തന്നെ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തേടി പിടിച്ച്, അത് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിനകത്ത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ആവശ്യപ്പെടാം. എന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഏത് സമയത്തും അതിന് കൃത്യമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും. അത് പിന്നെ ചോദിക്കാമെന്നോ അത് നേരിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കാമെന്നോ ഒന്നും വിചാരിക്കരുത്. അല്ലാതെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവാനുള്ള ശീലം കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വളരെ പോസിറ്റീവായി ആദ്യമായാണ് നമ്മൾ മുഖാമുഖം കാണുന്നത്. എൻ്റെ പേര് പോലും ഞാൻ ഇന്ന് നിങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെയുണ്ട്. അതൊക്കെ ഞങ്ങൾ ഓരോരുത്തരായി എടുത്ത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് ഞങ്ങൾ പഠിച്ച് തുടങ്ങുകയാണ്. പേര് വിളിച്ചുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടാവുന്ന ബന്ധത്തിലേക്ക് നമ്മൾ പതിയെ കടക്കാൻ തുടങ്ങുകയുമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട. നിങ്ങളുടെ പേരും നിങ്ങളുടെ മുഖവും എല്ലാം ഞങ്ങൾ പതിയെ പതിയെ പഠിച്ചു തുടങ്ങും. നിങ്ങളെ ഞങ്ങൾ വിളിക്കാനും തുടങ്ങും, പഠിച്ചോ എന്ന് പരിശോധിക്കാനും തുടങ്ങും. അതുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു കാലം സയൻസ് സെന്ററിൽ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ ഒപ്റ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെറ്ററായ പ്ലാറ്റ്ഫോമാണ് സയൻസ് സെന്റർ. അത് നിങ്ങൾ തിരഞ്ഞെടുത്തതിന്റെ സന്തോഷവും അതിനുള്ള സ്നേഹവും എല്ലാം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.